ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു ജാമാണ്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ജാം. മാമ്പഴം അധികമുള്ള സമയത്ത് നമുക്ക് ഈ ജാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും. ബ്രെഡിലിങ്ങനെ ജാം തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് കഴിച്ചു നോക്കൂ, എത്ര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മാമ്പഴ ജാം ഉണ്ടാക്കുന്നതിനായിട്ട് നല്ല പഴുത്ത മാമ്പഴം ഞാൻ എടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. മാമ്പഴത്തിൻ്റെ തൊലി നമുക്ക് ആദ്യം കളയാം. ഇതുപോലെ ചെത്തി ഇതിൻ്റെ പുറത്തെ തൊലി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഓരോ മാമ്പഴവും നമുക്ക് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം. മാമ്പഴം നമ്മളിങ്ങനെ എല്ലാം തൊലി കളഞ്ഞ് ചെത്തി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ശരിക്ക് കളഞ്ഞ് വേണം എടുക്കാൻ, എന്നാലാണ് ഇത് മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെറിയ ചെറിയ പീസുകളാക്കുകയാണ്. ഇതുപോലെ ഓരോ മാമ്പഴവും എടുക്കണം. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ചെത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി അത് എടുക്കണം. ഇതുപോലെ മാമ്പഴം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഈ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന മാമ്പഴ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. മാമ്പഴം ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. ഇതിൽ നാരുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴമായതുകൊണ്ട് ഞാൻ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ പാകം. ജാം ഉണ്ടാക്കുന്നത് ഈ പാനിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന മാമ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മാമ്പഴം അരച്ചത് എല്ലാം ആ പാനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിനുശേഷം നമുക്ക് മാമ്പഴം ചേർത്തിരിക്കുന്ന പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അപ്പോൾ സ്റ്റൗ കത്തിച്ച് നമ്മളത് വച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ജാമിന് നല്ല മധുരം വേണമല്ലോ. മാമ്പഴത്തിൻ്റെ മധുരം മാത്രമായാൽ അതാവുകയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാരയും മാമ്പഴവും കൂടി മിക്സ് ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. തീ കൂടിപ്പോയാൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീയിലാണ് ഇത് വയ്ക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. നമ്മുടെ ജാം ആയിട്ടില്ല. മാമ്പഴം നമ്മൾ അടിച്ച് പഞ്ചസാരയും ചേർത്ത് വച്ചിരിക്കുന്ന മിശ്രിതം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു നാരങ്ങയുടെ പകുതി മതി കേട്ടോ. ഇത് മാമ്പഴം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നീര് ഞാനെടുത്ത് അതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് വീണ്ടും ഇളക്കുകയാണ്. ചെറിയ തീയിൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. ജാം ഉണ്ടാക്കുന്നതിനായിട്ട് മാമ്പഴ മിശ്രിതം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്.
അത് ഈ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി ആവാനുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജാം നല്ല രീതിയിൽ നമുക്കുണ്ടാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ചാൽ കരിഞ്ഞു പോകും. കുറച്ച് നേരം കൂടി നമുക്ക് ഇതൊന്ന് പാകപ്പെടുത്തി എടുക്കാം. നമ്മുടെ ജാം റെഡി ആയിരിക്കുന്നു. ഏകദേശം ഒരു അരമണിക്കൂറോളം ചെറിയ തീയിൽ ഇത് നമ്മളിങ്ങനെ ഇളക്കി എടുത്താണ് പാകപ്പെടുത്തി എടുക്കുന്നത്. ഇവിടെ മാമ്പഴ ജാം നല്ലവണ്ണം പാകമായിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. പിന്നെ ഇപ്പോൾ നല്ല മാമ്പഴക്കാലമാണല്ലോ. പഴുത്ത മാമ്പഴം ഇഷ്ടംപോലെ വീടുകളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മാമ്പഴം എടുത്തിട്ട് ഇതുപോലെ ജാം ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലത്തോളം ഇത് കേടുവരില്ല. ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കുട്ടികൾ കഴിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജാം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാമ്പഴം കൊണ്ട് ഇങ്ങനെയൊന്ന് ജാം ഉണ്ടാക്കി നോക്കണം. അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും.